മനുഷ്യന്റെ വൈരുദ്ധ്യങ്ങളുടെ ലോകത്ത് നിന്ന് വൈരുദ്ധ്യങ്ങൾ അവസാനിച്ച് എല്ലാം ഒന്നിൽ അവസാനിക്കുന്ന അഹദീയത്തിൽ മനുഷ്യൻ എത്തിപ്പെടുന്ന പിന്നീട് അവനിൽ തിന്മയില്ല. അവിടേക്ക് എത്തുക ഈ ജന്മം കൊണ്ട് സാധിക്കില്ല. ഒരു ജന്മം കൂടി നമ്മൾ ജനിച്ചാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അത് ജനിക്കുമെന്ന് എനിക്കറിയില്ല. അഹദീയത്തിൽ അതാണ്. അത് മറ്റേ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു വാഹിദിൽ നിന്ന് അഹദിലേക്കുള്ള മനുഷ്യന്റെ യാത്ര. വൈരുദ്ധ്യങ്ങളുടെ ലോകത്തിനുള്ള ആ കപ്പലിൽ സഞ്ചരിക്കാനാണ് ആരോട് പറഞ്ഞത്? നോഹിനോട് പറഞ്ഞത്. അത് കേട്ടതല്ലേ നിങ്ങൾ? ഇനി പറയണ്ടല്ലോ. എല്ലാത്തിൽ നിന്നും രണ്ട് ഇണകളെ കൂടെ കൂട്ടാനാണ് പറഞ്ഞത്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ശത്രുതയുണ്ടാകണം, ഹുബുണ്ടെങ്കിൽ അവിടെ അദാവത്തുണ്ടാകണം. എല്ലാം അതാണ് മിൻകുല്ലി സൗജൈനി. എല്ലാത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിലെ എല്ലാത്തിന്റെയും ഇണകളെ കൂടെ കൂട്ടിക്കൊണ്ട് യാത്ര തുടങ്ങാൻ നോഹിനോട് ആ ചിന്താപരമായ അന്വേഷണത്തിന്റെ യാത്ര തുടങ്ങാൻ പറഞ്ഞു. ഒരു വേള തന്റെ പൂർവികമായ അറിവിന്റെ ആ മീനിന്റെ ഉള്ളിൽ യൂനിസ് പോയപ്പോൾ അവൻ ലുക്മാനായി തീർന്നു ഒരു അല്പസമയം. കാരണം ഷിർക്കിലേക്ക് പോയി ലുക്മാൻ. അതുകൊണ്ടാണ് ലുക്മാൻ പറഞ്ഞത് വൈദക്കാല ലുക്മാൻ തുശ്രിക് ബില്ലാ എന്ന് പറഞ്ഞത്. കാരണം തന്റെ പൂർവികമായ അറിവാകുന്ന ഹൂത്ത്, കുറച്ച് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും, തന്റെ മുന്നറിവാകുന്ന ഹൂത്ത് വിഴുങ്ങിക്കളഞ്ഞു. ആരെ? ഇൽതഖമഹുൽ ഹൂത്ത്. ആ ഹൂത്ത് വിഴുങ്ങിക്കളഞ്ഞു. ആരെ? യൂനുസിനെ. ആ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ പിന്നീട് ഇനി തിരിച്ചു പോകേണ്ടി വന്നു. ആർക്ക്? യൂനുസിന് തിരിച്ചു പോകേണ്ടി വന്നു. എവിടേക്ക്? നോഹിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. അതാണ് ഇത് അബഖഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. ഫുൽക്കുൽ മശ്ഹൂൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശുദ്ധീകരിക്കപ്പെടുന്ന പ്രാപഞ്ചിക വ്യവസ്ഥിതി എന്നാണ് അർത്ഥം. മനസ്സിന്റെ ശുഹ് അവസാനിപ്പിക്കാനുള്ള എന്തൊക്കെ നിറക്കേണമോ അതൊക്കെ നിറക്കേണ്ട കപ്പലാണത്. ഒമൻ യൂക ശുഹ നഫ്സിഹി, അല്ലെ? അതാണ് ശുഹിൽ നിന്നാണ് മശ്ഹൂൻ ഉണ്ടായത്. തന്റെ മനസ്സ് ശുദ്ധീകരിക്കുകയും വിജ്ഞാനം നേടുകയും ചെയ്യുന്നതിൽ നിന്ന് പിശുക്ക് കാണിച്ചാൽ, കായ് കൊടുക്കുന്ന പിശുക്കല്ല, നെഫ്സ പിശുക്ക് കാണിക്കുന്നത്. നെഫ്സിന്റെ പിശുക്ക് മാറിയ കായ് തന്നെ കൊടുക്കുകയും അത് പിന്നെ പറയേണ്ടതില്ല. അവന്റെ താക്കോല് ചെന്നായിന്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിക്കിട്ടിയാൽ മതി. കാറൂന്റെ കയ്യിൽ നിന്ന് ആ പെട്ടിയുടെ താക്കോലെന്ന് റഹ്മാന്റെ കയ്യിലേക്ക് കൊടുത്ത് കിട്ടിയാൽ മതി. പിന്നെ വൈരി ഹിസാബ് അവൻ അറിയാതെ കൊടുത്തു പോകും. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ കൊടുക്കുന്നല്ല, ഹിസ് ആബ് എന്നാണ്. ഹിസ് എന്ന് പറഞ്ഞാൽ ഹിസ്, ഹവാസ് എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. മനസ്സറിയാതെ കൊടുത്തു പോകും, അല്ലാതെ കണക്കില്ലാതെ കൊടുക്കുന്നല്ല. 1000 ഉറുപ്പ്യ കൊടുക്കുമ്പോൾ അത് 1000 ഉറുപ്പ്യ ആണെന്ന് അറിയാതെ കൊടുക്കുന്നല്ല, അവന്റെ മനസ്സറിയാതെ കൊടുത്തു പോകും. അതാണ് ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞ.